24-നെതിരെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചാൽ താങ്കൾക്ക് പറ്റുമോ? എന്തോ ചോദിക്കുന്നത്? ഞാൻ ലളിതമായി ഹാഷ്മിക്ക് പറ്റുമോ? എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യം പിടിക്കുന്ന ഗവൺമെന്റാണ് എന്നും ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് ഒരു വിഷയത്തിലും ഒന്നും ഒളിക്കാനില്ല എന്നും ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ജനാധിപത്യത്തിന്റെ എല്ലാ വാതിലുകളെയും പൂർണ്ണമായും തുറന്നുകൊണ്ട് സംവാദത്തിന് ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടാണ് ഗവൺമെന്റ് അടിയന്തര പ്രമേയത്തിന്റെ മുകളിലുള്ള ചർച്ച അനുവദിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്, തനിക്ക് PR ഏജൻസി ഇല്ല. ഹിന്ദു പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഹിന്ദു പത്രവും കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതാണ്. ഏത് വിഷയത്തിൽ മുഖ്യമന്ത്രി പറയാത്ത പച്ചക്കള്ളം ഹിന്ദുവിന്റെ എന്താണ് മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ ഹിന്ദുവിന് കൊടുത്തവർ ആരാണ് എന്നൊരു ബേസിക് അന്വേഷണം നടത്താൻ എന്താ പറ്റാത്തെ? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. നമ്മൾ കണ്ടതല്ലേ, യഥാർത്ഥത്തിൽ ഒരു വിഷയം പഠിക്കാതെ മനസ്സിലാക്കാതെ പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്. ഓമനക്കുട്ടന്റെ വിഷയം നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. എന്താണ് വിഷയം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റേത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ ഹിന്ദു പത്രത്തിലേക്ക് തള്ളിക്കൊടുത്തു. ആരൊക്കെയാണ്? സുബ്രഹ്മണ്യൻ, ഈ പറയുന്ന കീസണിന്റെ CEO. അന്വേഷണം വേണം എന്ന കേസെടുക്കണമെന്ന് പറയണ്ട, അന്വേഷണം നടത്തണം എന്ന് പറയാൻ ഒരു MLA എന്ന കപ്പാസിറ്റിയിൽ അങ്ങേക്ക് കഴിയുമോ ശ്രീ കെ പ്രേംകുമാർ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഞാൻ എങ്ങനെ അന്വേഷണം നടത്തുന്നത്? ഞാൻ അതാണ് പറഞ്ഞത്. ഒരു വിഷയത്തിൽ സൂട്ട് ഫയൽ ചെയ്യാൻ 3 ദിവസം അല്ലല്ലോ ലിമിറ്റേഷൻ പീരീഡ്. പ്രസ്താവന കൊടുക്കാൻ 1ാമത്തെ ദിവസം തന്നെ പ്രസ്താവന കൊടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. തനിക്ക് PR ഏജൻസി നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. താങ്കൾ നേരിട്ട് പോയി അന്വേഷിക്കുമോ എന്നുള്ളതുമല്ല എന്റെ ചോദ്യം. ഈ നാടിനെ രാജ്യത്തിന്റെ കണ്ണിൽ വൃത്തികെട്ടന്മാരുടെയും തെമ്മാടിപ്പണിക്കാരുടെയും നാടായി ചിത്രീകരിക്കാൻ ഒരു വാചകം, മുഖ്യമന്ത്രി പറയാത്തൊരു വാചകം പത്രത്തിലേക്ക് തള്ളിക്കൊടുത്തവന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അവന് ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ് എന്നൊരു മിനിമം പരിശോധന വേണം എന്നൊരു MLA കപ്പാസിറ്റിയിൽ അങ്ങേക്ക് പറയാൻ കഴിയുമോ എന്നതാണ് എന്റെ ചോദ്യം. ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല. കേരളം ദേശവിരുദ്ധ നാടാണ് എന്നും മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം ചൊരിയുന്ന നിലയിലുള്ള പ്രസ്താവനകൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഭാഗത്തുനിന്നുണ്ടായപ്പോ എന്താണ് അവരുടെ നിലപാട് എന്നൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഉന്നയിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. എന്റെ ചോദ്യം, മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തിലേക്ക് തള്ളിക്കൊടുത്ത് രാജ്യത്തിന്റെ കണ്ണിൽ നാടിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണ് എന്നൊരു പരിശോധന വേണം എന്നൊരു പ്രസ്താവന ഒരു MLA കപ്പാസിറ്റി അങ്ങനെ നടത്താൻ കഴിയുമോ ശ്രീ പ്രേംകുമാർ? ഗുഡ് ജോബ്. അല്ല, MLA കപ്പാസിറ്റിയിൽ നടത്താൻ കഴിയുന്ന കാര്യമല്ലല്ലോ. മുഖ്യമന്ത്രി പറയാനുള്ളത് PR ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയെ സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രവും രംഗത്ത് വന്നു. അതോടുകൂടി അവസാനിക്കേണ്ട ഒരു വിഷയത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിന് മുന്നിൽ തലവെച്ച് തരിക എന്റെ പണിയല്ല. സംബന്ധിച്ചല്ലോ അന്വേഷണം വേണ്ടത്. ഒന്ന് പോടോ. മതതീവ്രവാദത്തിന്റെ കനലുണ്ടാക്കാൻ കഴിയുന്ന വാർത്ത പോലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ദുശക്തികളുടെ കയ്യിലെ ഉപകരണമായി വടിവാളുകൾക്ക് നടയിലൂടെ നടവിൽ നിന്ന് വന്ന പിണറായി വിജയൻ ആയുധമായി മാറുന്ന കേരളത്തിന്റെ ദുരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നവകേരള യാത്രാ സമയത്ത് ഈ ബസ് അങ്ങ് പോയതിന്റെ ബാക്കിൽ നിന്ന് ഷൂ എറിഞ്ഞപ്പോഴത്തേക്ക് അത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോയ ബസ്സിൽ ഷൂ എറിഞ്ഞ് ആ ബസ് മറിച്ച് അതിനുള്ളിലുള്ളവർക്ക് ജീവഹാനി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ കോമഡി FIR ഇട്ടവർക്ക് ഇത്രയും ജെനുവൻ കേസിൽ FIR ഇടാൻ കഴിയുന്നില്ല. എന്നോടൊന്നും തോന്നരുത്, എന്നെ കണ്ട ഒന്നും തോന്നില്ലടൂ. മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത്. വിവരക്കേട് വിളിച്ചു പറയാറ്. താങ്കൾ ഇവിടെ ആവർത്തിച്ച് 2 തവണ ഉരുവിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കാര്യം MLA പോലും അന്വേഷണം വേണമെന്ന് പറയുന്നില്ല എന്നതാണ്. താങ്കൾക്ക് ഈ നാട്ടിലെ സമൂഹത്തിലെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലേ? ഭയങ്കര ആദർശത്തിന്റെ സൂക്കേടാ. 24 ചാനലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഹാഷ്മിയോട് പറഞ്ഞാൽ ഹാഷ്മി അന്വേഷണം പ്രഖ്യാപിക്കോ? ഞാൻ പറയുന്നത് ഇതിനെല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള ചില രീതികളില്ലേ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ
MLA അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറയാൻ, അങ്ങനെ ചോദ്യം ഉന്നയിക്കാനുള്ള തരം താഴ്ന്ന രീതിയിലേക്ക് താങ്കൾ മാറി. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെങ്കിൽ മുഖ്യമന്ത്രി ഹഹ എന്ന് ചിരിക്കും. ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെങ്കിൽ മുഖ്യമന്ത്രി അവജ്ഞയോടെ തള്ളും, നിലവാരമില്ലാതെ എന്നൊക്കെയുള്ള വാക്കുകൾ പറയും. അതേ സ്ട്രാറ്റജി താങ്കൾ സ്വീകരിക്കുകയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. MLA പോലും അന്വേഷണം വേണമെന്ന് പറയുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട സാറേ പ്രേംകുമാർ സാറേ, ഇന്ന് പറഞ്ഞാൽ അങ്ങയുടെ സഹപ്രവർത്തകൻ ശ്രീ M. സ്വരാജ് MLA സത്യാനന്തര കാലത്തെ വ്യാജങ്ങളെ പറ്റി പറയുന്നില്ലേ? ആ വ്യാജത്തിന്റെ മറ്റൊരു സാധനം താങ്കൾ പറഞ്ഞേ. ഞാൻ ചോദിച്ചത് താങ്കൾ അന്വേഷണം പ്രഖ്യാപിക്കാനല്ല, അന്വേഷണം വേണം എന്നൊരു മൈൽഡായിട്ട് പറയാൻ അങ്ങേക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. ആ ധൈര്യമില്ലാത്തപ്പോൾ ഞാൻ നിലവാരമില്ലാത്തവൻ, ഞാൻ മര്യാദ കേട്ടവരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ലേ? എങ്ങനെ അന്വേഷണം വേണമെന്ന് എങ്ങനെ മൈൽഡായിട്ട് പറയുന്നത്? സാറേ, അന്വേഷണം വേണമെന്ന് എങ്ങനെ ഒരു MLA പറയുന്നത്? താങ്കൾ ഏത് ബോധത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്? താങ്കൾ ഏത് ബോധത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് പ്രേംകുമാർ? സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കും? ഞാൻ വളരെ ലളിതമായ ചോദ്യം. നാട്ടിലുണ്ടായ നാടിനെ കീറി മുറിക്കാൻ പരുവത്തിന് നാടിന്റെ മുഖത്തേക്ക് ചാണകം വാരി എറിഞ്ഞ ഒരു പ്രസ്താവന ഫിനാൻഷ്യൽ വന്നു, ഹിന്ദുവിൽ വന്നു അല്ലേ? ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ഹിന്ദുവിൽ വന്ന ഈ പരാമർശത്തിൽ ഒരു അന്വേഷണം വേണം, ഒരു അന്വേഷണം നല്ലതാണ്, പോട്ടെ, ഒരു അന്വേഷണം നല്ലതാണ് എന്നെങ്കിലും മൈൽഡായി പറയാൻ ശ്രീ പ്രേംകുമാർ MLAക്ക് ധൈര്യമില്ലെങ്കിൽ അത് ധൈര്യമില്ലെന്ന് പറ. അല്ലാതെ എന്റെ മന്ദയ്ക്കായിട്ട് കാര്യമുണ്ടോ? ആണുങ്ങളായാൽ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കണം. ഒരു അന്വേഷണം നല്ലതാണ് എന്നെങ്കിലും വളരെ മൈൽഡായി പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ എന്റെ മണ്ടയ്ക്കായിട്ട് കാര്യമുണ്ടോ? വളരെ മൈൽഡായി ഒരു അന്വേഷണം നല്ലതാണ് എന്നെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടോ? ഇല്ല. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്നിട്ട് ഞാൻ തരം താഴ്ന്നു എന്നാണ് പറയുന്നത്. അങ്ങേക്ക് അതിനുള്ള ധൈര്യമില്ല സാർ. അങ്ങേക്കല്ല, അങ്ങയുടെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമില്ല. ആ ധൈര്യമില്ലായ്മ എന്താണ് എന്നതാണ് സംശയം ശ്രീ പ്രേംകുമാർ. താങ്കൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ. താങ്കൾ അന്വേഷിക്കേ, താങ്കൾക്ക് അന്വേഷിക്കാമല്ലോ. ഉത്തരം മുട്ടുമ്പോ പറയുന്ന വർത്താനം ഇതും. ഭാഗമായി അന്വേഷിക്കൂ. ഉത്തരം മുട്ടുമ്പോ പറയുന്ന വർത്താനം ഇതും. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പ്രവർത്തനം ശരി, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു അന്വേഷണം നടക്കട്ടെ. ശരി, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. താങ്കളുടെ നേതൃത്വത്തിലെ അന്വേഷണം നടക്കട്ടെ. ഞാനല്ല സാർ അന്വേഷിക്കേണ്ടത്. എന്റെ കയ്യിൽ പോലീസില്ല. എന്റെ കയ്യിൽ പോലീസില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി സത്യം പുറത്തു വരട്ടെ. എന്റെ കയ്യിൽ പോലീസില്ല. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? വളരെ ലളിതമായ ചോദ്യം. MLA എന്നുള്ള കപ്പാസിറ്റിയിൽ ഈ പറയുന്ന സംഭവങ്ങളിൽ ഒരു അന്വേഷണം നടത്തിയാൽ നല്ലതാണ് എന്ന് 2 വാക്ക് അങ്ങേക്ക് പറയാൻ പറ്റുമോ? നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, 24-നെതിരെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചാൽ താങ്കൾക്ക് പറ്റുമോ? എന്തുവാ ചോദിക്കുന്നത് സാർ? ഞാൻ ലളിതമായി എന്തുവാ ചോദിക്കുന്നത്? ഹാഷ്മിക്ക് പറ്റുമോ? ഞാൻ വിട്ടു. അല്ല, ഞാൻ അതുപോലത്തെ ചോദ്യം താങ്കൾ ചോദിക്കുന്നത്. പ്രേംകുമാർ MLA, താങ്കൾ എന്തുവാ ചോദിക്കുന്നത്? താങ്കൾക്ക് ഒരു മിനിമം ബോധ്യത്തിലാണോ താങ്കൾ ഈ പറയുന്നത്? ഓ, താങ്കൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? ശരിക്കും പാമ്പാടാ. ശരി, പോട്ടെ, വിട്ടേക്കൂ. ശ്രീമതി കെ കെ രമ, അല്ല അത് പറയൂ. താങ്കൾ മൈൽഡായിട്ട് പറഞ്ഞാൽ മതി. അതിനൊന്ന് പറയൂ. എന്താണ് മൈൽഡായിട്ട് പറയേണ്ടത്? താങ്കൾ പറയൂ. അല്ല, എന്താണ് മൈൽഡായിട്ട് പറയേണ്ടത്? അവൻ സ്മാർട്ട് ആണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. 24-ന് ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ അന്വേഷിക്കണമാണോ? അന്വേഷണം താങ്കൾ നടത്താൻ തയ്യാറാണോ? ഏത് വിഷയത്തിൽ? അല്ല, താങ്കൾ അന്വേഷിക്കാൻ മൈൽഡായിട്ട് അതിനെ സംബന്ധിച്ച് പറയാൻ താങ്കൾ തയ്യാറാണോ? 24-നെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നാൽ അന്വേഷണം നടത്തണം, ഞാൻ പറയുന്നു. MLAയോട് ഇവിടെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചു. എൻ്റെ ഹാഷ്മി, പ്രിയപ്പെട്ട പ്രേംകുമാർ MLAയെ വെള്ളം കുടിപ്പിക്കേണ്ട. ഒരു CPM-ന്റെ പ്രവർത്തകനോ CPM-ന്റെ നേതാക്കന്മാർക്കോ പരസ്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പറയാൻ സാധിക്കില്ല. അവരത് പറയില്ല. ഈ പോലീസുകാരുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് ഏതോ ഒരുത്തൻ വഴി കൂടെ പോയ ഒരുത്തൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന സമയത്ത് അതിനകത്തൂടെ കയറി അവിടെ ഇരുന്നു. അത് സെക്യൂരിറ്റി ബ്രീച്ച് അല്ലേ പ്രേംകുമാർ? അതിലെങ്കിലും പരിശോധന വേണോ? അല്ല, അതെ, താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് പ്രത്യേകമായി 24-ന് ഒരു അന്വേഷണം നടത്താം. എന്നിട്ട് നിങ്ങൾ അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെ കണ്ടുപിടിക്കൂ. അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം.